തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആർ ശ്രീലേഖ, VV രാജേഷ് എന്നിവർ പട്ടികയിലുണ്ട്. മുൻ അത്ലറ്റ് പത്മിനി തോമസ് പാളയത്ത് നിന്ന് മത്സരിക്കും. ശബരിനാഥനെതിരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. തിരുമല ദേവിമ PS, തൃക്കണ്ണാപുരം വിനോദ് കുമാർ LV, കുന്നയ്ക്കാമുകൾ K മഹേശ്വരൻ നായർ, പൂജാപ്പുറ രാജലക്ഷ്മി T, കരമന അജിത്, പാപ്നംഗോഡ് നിരമംഗര ഹരി, കരുമം ആശാനാഥ് GS, നേലാംഗോഡ് പാപ്പനംഗോഡ് സജി, കൊല്ലുമംഗലം ശ്രീദേവി SK, എസ്റ്റേറ്റ് R അഭിലാഷ്, നേമം MR ഗോപൻ, നെടുങ്കാട് ബീന RC, കാലടി മഞ്ജു GS, കമലേശ്വരം V ഗിരി, അമ്പലത്തറ സിമ്മി ജ്യോതിഷ്, തിരുവല്ലം S ഗോപകുമാർ, വെള്ളാർ സത്യവതി V, പൂങ്കളം രതീഷ്, വഴുതക്കാട് ലത ബാലചന്ദ്രൻ. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കൂടുതൽ വിവരങ്ങൾ സനിസ ശോഭാ ചന്ദ്രൻ നൽകും. സനിസ, BJPക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. പക്ഷേ അവിടെ വലിയ തർക്കം ഈ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് BJPക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം മറികടന്ന് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. എത്ര പേർ പട്ടികയിലുണ്ട്? ആരൊക്കെയാണ് മേയർ സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത്? ദിവ്യ, തർക്കങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. ഇതിൽ VV രാജേഷ് കൊടുങ്ങാനൂരിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുൻ DGP ആർ ശ്രീലേഖ ശാസ്തമംഗലം വാർഡിൽ നിന്നും മത്സരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരുമാണ് മേയർ സ്ഥാനാർത്ഥികളാവാൻ സാധ്യതയുള്ളതായിട്ട് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരായിരിക്കും മേയർ സ്ഥാനാർത്ഥികളായിട്ട് പ്രത്യക്ഷത്തിൽ പ്രചാരണം നടത്താൻ സാധ്യത. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ചില സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളുണ്ട്. പാളയത്ത് മുൻ അത്ലറ്റ് പത്മിനി തോമസ് മത്സരിക്കും. അതുപോലെ തന്നെ തമ്പാനൂരിൽ മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള തമ്പാനൂർ സതീഷ് ആയിരിക്കും മത്സരിക്കുക. തിരുമല അനിലിന്റെ വാർഡ് ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായ ഒരു വിഷയമാണ്. തിരുമല അനിലിന്റെ ആത്മഹത്യയും അതുവഴി ഉണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളുമൊക്കെ. ആ വാർഡിൽ ദേവിമ PS എന്നുള്ള ഒരു യുവാക്കളുടെ ഒരു പ്രതിനിധിയായ കൂടിയാണ് അവർ അവിടെ മത്സരിപ്പിക്കുന്നത്. അത്തരത്തിൽ ഏറ്റവും വിവാദമുള്ള ഒരു വാർഡിൽ ഒരു പുതുമുഖത്തെയാണ് ഇവർ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കരുമം ആശാനാഥ് മത്സരിക്കും. നേമത്ത് MR ഗോപൻ മത്സരിക്കും. കൂടാതെ തന്നെ ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കിയ ഒരു വാർഡ് അത് കവടിയാറായിരുന്നു. ശബരിനാഥന് കോൺഗ്രസിന്റെ പ്രത്യക്ഷത്തിൽ മേയർ സ്ഥാനാർത്ഥിയായി പ്രചാരണത്തിലുള്ള ശബരിനാഥന് ആരായിരിക്കും എതിരാളി എന്നതായിരുന്നു ഏവരും നോക്കിയിരുന്ന ഒരു കാര്യം. എന്നാൽ അവിടെ ഈ BJP ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. രണ്ടാം ഘട്ടത്തിലായിരിക്കും കവടിയാർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. അതുപോലെ തന്നെ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ സമാനമായിട്ട് യുവാക്കൾക്ക് വലിയൊരു പങ്ക് നൽകിയ ഒരു 67 പേരുടെ പട്ടികയിൽ യുവാക്കൾക്ക് വലിയ രീതിയിൽ ഒരു മത്സരിക്കാൻ അവസരം നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വികസിത തിരുവനന്തപുരം എന്ന ഒരു ടാഗ് ലൈനിലൂടെയാണ് ഈ പ്രചാരണം കടുപ്പിക്കാൻ വേണ്ടി BJP ഒരുങ്ങുന്നത്. ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുമെന്നാണ് നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുകയുണ്ടായത്. അത്തരത്തിൽ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക 67 പേരുടെ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ BJP പുറത്തുവിട്ടിരിക്കുകയാണ്. 67 സ്ഥാനാർത്ഥികളെ മത്സരത്തിലേക്ക് പ്രചാരണത്തിലേക്കുമൊക്കെയുള്ള പ്രഖ്യാപനം നടന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ VV രാജേഷും അതുപോലെ തന്നെ മുൻ DGP ശ്രീലേഖയുമായിരിക്കും മേയർ സ്ഥാനാർത്ഥികളാവുക. അത്തരത്തിലാണ് ഇപ്പോൾ നിലവിലെ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇനി രണ്ടാം ഘട്ട പട്ടിക വരുമ്പോഴായിരിക്കും കവടിയാറിൽ ആരായിരിക്കും മത്സരിക്കുക, ആ ഒരു മത്സരത്തിൽ ആരായിരിക്കും ഇറങ്ങുക എന്നത് കൂടി അറിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ഒരു മുഴുവൻ ചിത്രം കിട്ടൂ. അതുപോലെ തന്നെ ഈ VV രാജേഷ് അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ്. അദ്ദേഹം മേയർ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ തന്നെ അതിലും ഒരു ചർച്ചയ്ക്കും ഒരു പാർട്ടിയിൽ തന്നെ ഒരു ആഭ്യന്തര തർക്കത്തിനുമൊക്കെ ഒരു സാധ്യതയുള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അസംബ്ലിയിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു VV രാജേഷ് എന്ന് പല ഘട്ടങ്ങളിലായിട്ട് പുറത്തു വന്ന വാർത്തയും വിവരവും ഒക്കെയാണ്. അത്തരത്തിൽ അദ്ദേഹം ഒരു മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മത്സരത്തിലേക്ക് ഒരുങ്ങുമ്പോൾ ഈ അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ അദ്ദേഹം ഈ ഏതെങ്കിലും വിധത്തിൽ
ജയിക്കുകയാണെങ്കിൽ അദ്ദേഹം തുടരുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. കൂടാതെ ഈ കവടിയാറിലെ സ്ഥാനാർത്ഥി ആരാകും എന്നതായിരിക്കും അടുത്ത ഘട്ടമായി ഉയരുന്ന ചോദ്യവും. ദിവ്യ.